അപ്പോൾ ഹലോ ഗായ്സ്, NCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് വല്ല സീക്രട്ട് കേവോ അങ്ങനെ വല്ല പഴയ വല്ല വീടോ അങ്ങനെ വല്ല കേവിൻ്റെ അടിയിലുണ്ടോ, പഴയ വീടല്ല, പുതിയതായിട്ട് 2026 വന്നപ്പോൾ നമ്മുടെ വേൾഡിൻ്റെ അടിയിലായിട്ട് പുതിയൊരു സിറ്റി സ്പോണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വേൾഡിൻ്റെ ഇടയിലുണ്ടോയെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ നല്ല മഴയുമുണ്ട്, പിന്നെ ചെറുങ്ങനൊന്ന് തൊണ്ടവേനയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് കല്ലെടുത്തിട്ട് നമ്മൾ 2 ആക്സും ഒരു ആക്സും 2 പിക്കാക്സും ഉണ്ടാക്കാൻ പോകുന്നു. വയണ്ട് പിക്കാക്സ് എടുത്ത ഗാഡിയിൽ നല്ല ഗോൾഡാണ് കിട്ടിയാൽ എടുക്കാമല്ലോ. ഒരു 2 ആക്സ് നമ്മൾ നേരെ കുഴിച്ചാവാണ്. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അങ്ങനെ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഓക്കെ. അതൊന്നും മതി, ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത്ര സാധനം എടുത്തിട്ടാണ് പോകുന്നത്. ബാക്കി സാധനങ്ങൾ നമ്മൾ എന്തായാലും പെട്ടിയിലേക്ക് വെക്കട്ടെ. ഓഹോ ഗൈസ്, അയൺ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഉരുക്കാൻ വെച്ച അയൺ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് എന്തായാലും ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ട് പോയേക്കാം. ഷീൽഡ് കുറച്ച് അത്യാവശ്യമാണ്. 2 ഷീൽഡ് ഉണ്ടാക്കാം. ഒരു ഷീൽഡ് മതി. നമുക്ക് ബാക്കി ഒരു അയണിനകത്തൊക്കെ വെച്ചേക്കാം. നമുക്ക് എപ്പോഴാണ് ഈ ഷീൽഡ് ഉണ്ടാക്കാൻ. എനിക്ക് അയണിൻ്റെ ആവശ്യം വലിയ ഷീൽഡ് ഉണ്ടാക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ ഫുഡും അത്യാവശ്യം എടുക്കുന്നുണ്ട്. കേവായതുകൊണ്ട് നല്ല രീതിക്ക് ഹെൽത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുഡും ഏകദേശം എടുക്കുന്നുണ്ട്. ഓക്കെ നമ്മളെന്തായാലും കുഴിച്ച് പോകാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുഴിച്ച് പോകണോ ഗൈസ്? എനിക്ക് തോന്നുന്നു നമ്മൾ രാത്രി ആയാലും നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് നേരെ കുഴിച്ച് പോകണം. അതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് കയറി വരുമ്പം കംഫർട്ടായിരിക്കും. പുറത്തെങ്ങാനും കുഴിച്ച് പോയാൽ തിരിച്ച് കയറി വരുമ്പോൾ നൈറ്റ് ആണെങ്കിൽ ഗൈസ് നമ്മളൊരു കാര്യം എടുക്കാൻ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്തൊക്കെ കുഴിച്ച് വെക്കുക. എന്താണെന്ന് വെച്ചാൽ കൊണ്ട് അവിടെ കുഴിക്കാൻ വരുവാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സാധനം കോളുണ്ടോ? 8 കോള് കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം മരം എടുത്തിട്ട് വന്നിട്ട് മൈനിങ്ങിനൊന്നും പോകാൻ വയ്യ. എന്നിട്ട് നമ്മൾ കുറച്ച് മരം എടുത്തിട്ട് വന്നിട്ട് ആ മരം ഉരുക്കിയിട്ട് നമ്മളെന്തായാലും കോളാക്കാം. പിന്നെ നൈറ്റായോ മഴ പെയ്യുന്നുണ്ടൊന്നും അറിയുന്നില്ല. നോക്കട്ടെ. മരം ഉണ്ടല്ലോ. ഇത് കോളാക്കാൻ പറ്റുന്നു. ഇതൊക്കെ കോളാക്കാൻ പറ്റും. ഇത് കോളാണ്, ഇതും കോളാണ്. കോള് രണ്ടും കോളാണ്. ഇത് രണ്ടും വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ഇത് കൂട്ടട്ടെ. എന്തെങ്കിലും പുതിയതായിട്ട് വല്ല അപ്ഡേഷനോ പുതിയ വല്ല ഇതും കാണുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ നേരെ കുഴിച്ച് പോകുന്ന അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ബോറടിക്കില്ലേ. എന്തായാലും ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് എന്തായാലും കുറച്ച് ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കുടിച്ച് വന്നോളൂ. അപ്പോൾ കുറച്ച് ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് എൻചാൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് എൻചാൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും പോവാണ്. എന്തെങ്കിലും ഇതേപോലെ കാണിക്കുന്ന വേണ്ട. കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. അയണ് കുറച്ച് ക്ഷാമമായിരുന്നു. അയൺ പിക്കാക്സ് വെച്ച് അങ്ങനെ എടുക്കാം. ഓക്കെ, ഇവിടെയുള്ള എല്ലാ അയണും എടുക്കാൻ പോകുന്നത്. കേവിലേക്ക് പോകണ്ടല്ലോ. അതുകൊണ്ട് നമ്മളിവിടുത്തെ അയണെല്ലാം വാരി എടുക്കുകയാണ്. എടുത്തിട്ട് കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അയണൊക്കെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ നമ്മളങ്ങനെ നനഞ്ഞ കല്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടുത്തെ കല്ലിൻ്റെ പ്രത്യേകത കണ്ടോ? പിന്നെ ഈ കല്ലിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടത്. അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുഴിച്ചു വന്നപ്പോൾ നമുക്കൊരു കാഴ്ച സാധനം കിട്ടി. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗോൾഡ് കിട്ടിയിരിക്കുന്നു. നേരെ കുഴിച്ച് വന്നത് നമുക്ക് ഗോൾഡ്. ഏതാ ഭാഗ്യം. 2 കിട്ടിയേ ഉള്ളൂ.
ഒരു ചാടുക്കട്ട് കണ്ടോ, ഡിസൈൻ നോക്കി, ഇതിൻ്റെ ഡിസൈൻ നോക്കി വേറെ വേറെ. ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ കാണിച്ചു തരാം. ഗൈസ് നമ്മളങ്ങനെ കുഴിച്ച് എത്തിയിട്ടാണ് മറ്റേ അടിയിലെത്തി, ഏറ്റവും അടിയിൽ കല്ലമ്മക്ക് എന്ത് വെച്ചാണെങ്കിലും പൊട്ടിക്കാൻ പറ്റില്ല, അങ്ങനെ പൊട്ടൂലാത്ത കല്ലാണ്. ഇവിടെ വെച്ച് എൻ്റെ ആയി സ്ഥലം. അതായത് നമുക്ക് കുറച്ച് മേലോട്ട് ബിൽഡിങ്ങിൽ സൈഡിലേക്ക് കുഴിച്ച് നോക്കാം. ഇവിടെ നിന്ന് സൈഡിലേക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ് എന്തായാലും നമ്മൾ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കിട്ടിയില്ല, വലുതായിട്ട് സാധനങ്ങളൊന്നും കിട്ടിയില്ല. കിട്ടിയ സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. കിട്ടിയത് 2 ഗോൾഡ്, 32 ലാപ്പീസ്, 10 അയൺ. ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 10 അയൺ, 32 ലാപ്പീസ്, 2 ഗോൾഡ്. ഇതിൽ ഗോൾഡ് ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇന്ന് എത്ര കിട്ടുമോ നമ്മളെന്തായാലും ഒന്ന് സെക്ക് ചെയ്യാൻ, നമ്മളെന്തായാലും സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്ന ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അടിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയതായിരുന്നു, പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. നമ്മുടെ കഴുതക്കുട്ടനെയും ഇവനെയും ബ്രീഡ് ചെയ്യുന്ന കുതിരേനെയും ബ്രീഡ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. നിങ്ങൾ അതിലെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യും. അവർ രണ്ടാളെയും ബ്രീഡ് ചെയ്യണോ അതോ വേണ്ടയോ എന്ന്, എന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുന്നത്, എന്തായാലും അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും അങ്ങനെ കമൻറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും കമൻറ്റ് ചെയ്താലേ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നൈറ്റായി. ഇപ്പം നമ്മൾ രാവിലെ കഴുതേനെ എടുത്ത് നമ്മൾ പോവുകയാണ്. കഴുത പോയാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് എവിടെയും കെട്ടിയിട്ടില്ല. അപ്പം എപ്പോഴേക്കും മുമ്പ് വീണ്ടും കിട്ടും. അതുകൊണ്ട് നമ്മൾ രാവിലെ ആയിട്ട് ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ കഴുതേനെ എടുത്തിട്ട് റൈഡിന് പോവുക. നമ്മുടെ കുതിര ഇവിടെ നിന്നോട്ടെ. പക്ഷേ ഞാൻ അറിയാണ്ട് കുതിരക്കുട്ടനെ അടിച്ചു പോന്നു, എൻ്റെ ലുക്കുക്കുട്ടൻ. എന്തായാലും നമ്മുടെ അടുത്തുള്ള വള്ളിയും കൂടി ഇവിടെ വെച്ചേക്കാം. വള്ളി ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും വെറുതെ എന്തിനാ കൊണ്ടാകുന്നത്. എന്തായാലും ആ കുതിരേനെ കാണാണ്ടാവും, എന്ന് വെച്ചാൽ അല്ല കഴുതേനെ കാണാണ്ടാവും. നമ്മൾ കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല നല്ല സ്ഥലം കിട്ടി നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കും. പക്ഷേ കിട്ടിയില്ലെങ്കിലോ എന്തായാലും പോവാണ്. കഴുതക്കുട്ടനായതുകൊണ്ട് ഫാസ്റ്റ് ഉണ്ട്, ചടപടാന്ന് കയറി പോകും. നമ്മൾ ഈ നടക്കുന്ന സമയം കൊണ്ട് നമുക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വില്ലേജോ അങ്ങനെ വല്ലതും കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ് നമ്മളെന്തായാലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും അപ്ഡേറ്റ് കിട്ടി ഗായ്സ്. നമുക്കങ്ങനെ അത് കിട്ടി ഗായ്സ്. നമ്മൾ വില്ലേജ് തപ്പി പോയതാണ്, നമുക്ക് റോയിങ് ബോട്ടിൽ കിട്ടി. എന്നുവെച്ചാൽ നമുക്ക് നെതറിലേക്ക് പോകാനുള്ള ബോട്ടിൽ നമുക്കിത് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്, നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവും, അതിനകത്ത് എന്താ കിട്ടുന്നത് നോക്കട്ടെ ഗൈസ്. ഗൂസ് എൻ്റെ കുതിരയ്ക്ക് ആർമറായി ഗൈസ്. എനിക്ക് വേണം തിരിച്ചു പോകണം ഗൈസ്. ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തണം. ഞാൻ എന്തായാലും തിരിച്ചു പോകണം. എനിക്ക് ഗോൾഡൻ ആർമറിട്ട കുതിരേനെ എനിക്ക് വേണം. ഇങ്ങോട്ട് പിന്നെ വരാം, ഗോൾഡെല്ലാം പിന്നെ എടുക്കാം. റൈഡ് തിരിച്ചു പോകണം, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. എൻ്റെ ഹെൽത്താണല്ലോ. എന്തായാലും വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിരുന്നു, ഇവിടുന്ന് അടുത്തായിരുന്നു, അങ്ങോട്ടായിരുന്നു വഴി. എന്തായാലും ഞാൻ എൻ്റെ മറ്റേ മഞ്ഞ് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ മറ്റേ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. എന്തായാലും നമുക്ക് നമ്മുടെ ഗോൾഡൻ ആർമർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗോൾഡൻ ആർമർ കുതിരക്കിടുന്ന ഒരു ഗോൾഡൻ ആർമറാണ്. ഞാൻ അത് ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്മൾ കുതിരേനെ കണ്ടോ, ഗോൾഡൻ ആർമർ കുതിര. എന്ത് രസം നോക്ക് ഗൈസ്, എൻ്റെ കുതിരേൻ്റെ ഭംഗി നോക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുതിരയ്ക്ക് നമുക്ക് നല്ലൊരു ആർമർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഗോൾഡൻ ആർമറുള്ള കുതിര ഗൈസ്, എന്ത് രസമാണ് കാണാൻ നോക്കിയേ. വള്ളി പോവല്ലേ. ഈ കുതിര പോയാൽ ഞാൻ തീർന്നു, അത്രേ ഉള്ളൂ. മാരിക്ക് കുതിര അല്ല
കഴുതേ ഇല്ല, കഴുതിയും വേണം. കഴുതിയുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അവിടം വരെ ഓടിപ്പോവാൻ പറ്റിയത്. എന്നിട്ട് നമുക്ക് അയ്യോ സോമ്പി 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 ഓടാ കേട്ടാവളിയാ. ഒരു 5-6 സോമ്പി വന്നിട്ടുണ്ടായി. നമ്മുടെ കയ്യിലുള്ള ആയുധം എടുക്കട്ടെ. അയ്യോ കത്തിയില്ല, കത്തി എടുക്കട്ടെ. കത്തി 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 ഇവനൊക്കെ ഈ കത്തി അയാള് എടുക്കുക, ഒരു വെട്ട് തീർക്കുക, അടയ്ക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വേൾഡ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കുതിരേൻ്റെ ആർമർ റോയിങ് പോർട്ടിൽ നിന്ന് കിട്ടി. അതാണ് എൻ്റെ ഭാഗ്യം. നോക്കൂ ഗൈസ്, എന്ത് രസമാണ് കാണാൻ, ഭംഗിയാ നോക്ക്. സാധനം കളക്ട് ആക്കട്ടെ. വള്ളി ഓക്കെ, വള്ളി കളക്ട് ചെയ്യുന്നുണ്ട്. കുതിരയ്ക്ക് വെള്ളത്തിൽ നിന്ന് ഓവർ വർക്കാക്കാൻ പറ്റില്ല. ഓക്കെ, ജമ്പിങ് പവറൊക്കെ അത്യാവശ്യമുണ്ട്. ഷീൽഡ് ഇട്ട സോമ്പി ഇവന്മാരെയും കൊണ്ട് തോറ്റല്ല മനുഷ്യനൊന്ന് റൈഡ് ചെയ്യാനുള്ള ഇവന്മാരിന് ചാടി ഒരടി, ചാടിയിട്ട് ഒരടി, ചാടി ഇവന്മാരെ ഒന്നും കിട്ടൂല. കണ്ടോ, വെറും ഒരു ഹെൽമെറ്റ് കിട്ടി. എന്തിനാണ് ഓപ്പൺ? കണ്ടോ, നമ്മൾ കണ്ടോ ഇങ്ങനെ ഉണ്ടായിരുന്ന കുതിര നമ്മൾ ഇങ്ങനെ ആക്കി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ നമുക്ക് ഇവന്മാരെ ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ഫുഡ് ഇല്ല. ഓ ഗൈസ് സോറി കുതിര കുട്ട, എൻ്റെ കുട്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ കുതിരയ്ക്ക് ആർമർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ കുതിരേൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ബൈ ബൈ.